എനിക്ക് ഇന്നലെ ഉണ്ടായ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇഷ മഗ്‌രിബിന്റെ ഇടയിലാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ പറ്റി. അങ്ങനെ ഞാനൊരു പള്ളി കയറി. എൻ്റെ വീട് എത്താൻ നേരത്തുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ കയറി മറ്റേ വാഷ്റൂമിൽ പോയി തിരിച്ചിറങ്ങുന്ന വഴിയിൽ ഒരു ക്ലീനറെ കണ്ടു. അത് വാഷ്റൂമിന്റെ പുറംഭാഗം ക്ലീൻ ചെയ്യുന്നുണ്ട് അയാൾ. അയാളിൻ്റെ അടുത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞു. ഞാൻ വലൈക്കും അസ്സലാം പറഞ്ഞു. ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറാൻ പോകുന്നതിൻ്റെ ഇടയിൽ എനിക്കെന്തോ അയാൾക്ക് എന്തെങ്കിലും ചെറിയ സംഖ്യ കൊടുക്കും. ഞാൻ അങ്ങനെ ഒരു ഉദാരനായ ആളല്ല കേട്ടോ. ഞാൻ വളരെ പിശുക്കനാണ്. അങ്ങനെ ആൾക്കാർക്ക് ടിപ്പ് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ ഇതുപോലെ പള്ളി ക്ലീനർമാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിലൊക്കെ വളരെ താഴ്ബാനാണ്. എന്തോ ഞാനത് കാര്യമായിട്ട് പരിഗണിക്കാറില്ല. എന്തെങ്കിലും അതൊക്കെ എന്തെങ്കിലും സക്കാത്ത് എന്തെങ്കിലും കാര്യമായി ചെയ്യാറ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ റമദാനിലാണ്. അപ്പൊ ഞാൻ വലിയ ഉദാഹരണമാണ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇൻസിഡന്റ് പറയുന്നതെന്ന് അർത്ഥം. ഞാൻ അയാൾക്ക് തിരിച്ചു പോയിട്ട് എൻ്റെ പേഴ്സിൽ അപ്പം ഉണ്ടായിരുന്നതിൽ കുറച്ച് വലിയൊരു നോട്ട് എടുത്ത് കൊടുത്തു. ഞാൻ ഇതുവരെ ചെയ്യാത്ത സംഭവമാണ്. ആ നോട്ട് എടുത്ത് അയാൾക്ക് കൊടുത്തതും അയാൾ അങ്ങോട്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി എന്ന് പറഞ്ഞാല് അയാള് പറഞ്ഞു, എൻ്റെ കുട്ടി ഹോസ്പിറ്റലിലാണ്, എൻ്റെ ഉമ്മാക്ക് ചികിത്സ ഉണ്ട്. ബംഗാളിയെ തോന്നിട്ടോ, കുറച്ച് പ്രായമുണ്ട്, 40-45 ഇടയിൽ പ്രായമുണ്ട്. എനിക്കൊരു വഴിയില്ലാതെ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കൊരു ഇമാറാത്തികൾ പോലും എന്നെ സഹായിച്ചില്ല. എൻ്റെ റൂമിൽ കുറെ ക്ലീനർമാർ വേറെ ഉണ്ട്. അവരുടെ ഒന്നും സാലറി വന്നിട്ടില്ല, എൻ്റെ സാലറി വന്നിട്ടില്ല. ഞാനൊരു വഴിയില്ലാതെ നിൽക്കായിരുന്നു. ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ച് മഗ്‌രിബ് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചായിരുന്നു എന്ന് പടച്ചോനോട് പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ ആകെ ഷോക്കായി പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാന് ടിപ്പ് കൊടുക്കാത്ത ആളാണ്. തിരിച്ച് ഞാൻ കുറച്ച് പോയ എൻ്റെ വീട്ടിൽ കയറി ഞാൻ മൂത്രമൊഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ച് വണ്ടിയിൽ കയറാൻ പോകുന്ന ആളായിരുന്നു. അവിടെ പോയി എന്നെ കൊണ്ട് ആരോ കൊടുപ്പിച്ച പോലെ. ഞാൻ എന്തോ ഒരു ദിവ്യശക്തി ആണെന്ന് പറയല്ലോ കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ മനുഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന വിധം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഞാൻ തിരിച്ചു കയറുമ്പോ എനിക്ക് ഇതുവരെ കൊടുത്തതിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ ഒരു കൊടുക്കലായിരുന്നു ആ കൊടുക്കല്. കാരണം അയാള് ഒരു 10-45 വയസ്സുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് പൊട്ടിക്കരയുക. എനിക്കൊരു വഴിയില്ലാതെ നിൽക്കുന്ന സമയത്താണ് എനിക്കിത് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇന്നലെ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ചെറിയ മോനെ എടുത്തിട്ട് പുറത്തിറങ്ങി. എൻ്റെ വൈഫിനെയും ബാക്കി 2 കുട്ടികളെയും ഒരു പാർക്കിലാക്കിയിട്ട് ഞങ്ങളങ്ങനെ നടു റൂട്ടിൽ വെച്ച് പഞ്ചറായി. എൻ്റെ ടയറും എന്തോ ആണി കയറി പഞ്ചറായി. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതായി. കാരണം ആ ആണി കൊണ്ട് ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ടയർ കംപ്ലീറ്റ് എയർ പോയാൽ പിന്നെ ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ടയർ കീറി. അങ്ങനെ നല്ല സ്പീഡ് റോഡിൽ വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ വണ്ടി സൈഡാക്കി സ്റ്റെപ്പിന് ഇടാൻ ശ്രമിക്കുന്ന ഇടയിൽ ഒരു നട്ട് എനിക്ക് ഊരാൻ പറ്റുന്നില്ല. അത് ശരിക്കും കുടുങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു വെച്ചാൽ ഒരു അറബി വന്ന് നിർത്തി. ഒരു അറബി ചെക്കൻ അവന് വന്നിട്ട് വണ്ടി സൈഡാക്കി. അവൻ കുറേ ശ്രമിച്ചു നോക്കി, അങ്ങനെ നടന്നില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവൻ വണ്ടി അവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് ഒരു ടയർ ഷോപ്പിൽ പോയിട്ട് മറ്റേ ഒരു മെക്കാനിക്കിനെ വിളിച്ചു കൊടുന്നു. ടയർ മാറ്റാനുള്ള സ്റ്റൂൾസൊക്കെ ഇട്ട് വന്നു. അവൻ അത്രയും നേരം അവിടെ കാത്തു നിന്നു. എന്നിട്ട് ഇവൻ്റെ ടയർ മാറ്റിയ പൈസ ഇവനെടുത്ത് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ അത്രയും ദൂരെ പോയിട്ട് ഈ ആളെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ടയർ മാറ്റാൻ പിന്നെ അവന് കുറെ സഹായിച്ചു കേട്ടോ. ആ ഒരു നട്ട് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. എന്നിട്ട് ഇവന്റെ പൈസ കൊടുത്തു. എന്നിട്ട് അവൻ തന്നെ വിട്ടുകൊടുത്തു. ഇവൻ വേറെ ഏതോ സ്ഥലത്തേക്ക് ഇവന്റെ കുടുംബമായിട്ട് പോവാണ്. അപ്പൊ ഈ ഏകദേശം ഒരു ½ അവൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇവരറിയാത്ത, കാണാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത ഒരാള് ആളെ പോയി വിളിച്ചോടുന്നു എന്ന് മാത്രമല്ല, അവന്റെ പൈസ കൊടുത്തു. എന്നിട്ട് അയാളെ തിരിച്ചു വിട്ടുകൊടുത്തു. അങ്ങനത്തെ ഒരു അനുഭവം, വല്ലാത്തൊരു അനുഭവം.
അതും ഒരു വയസ്സായ ഒരാളൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരനായ ഒരു അറബി. എനിക്ക് തോന്നുന്നു ഒരു 30-32 വയസ്സേ ഉണ്ടാവുള്ളൂ. അയാളുടെ ഭാര്യയും കുട്ടികളും വണ്ടിയിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ടാവുമോ? മലയാളികൾക്കിടയിൽ ഉണ്ടായിരിക്കും. ഞാനങ്ങനെ മലയാളികൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പോയില്ല, മലയാളികൾക്കിടയിലും ഉണ്ടാവും. പക്ഷേ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ എന്നെ അറിയാത്തൊരാൾ ഈ രൂപത്തിൽ സഹായിച്ചെങ്കിൽ അത് തീർച്ചയായും മാതൃകയാക്കാവുന്ന വളരെ വലിയൊരു മനസ്സിന് ഉടമയായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.